വാ. അപ്പൊ അസ്സൗമു ജുന്നത്തുൻ ഇല്ല. പിന്നെയോ വസ്സദഖത്തു തുത്ഫിഉൽ ഖതീഅത കമാ യുത്ഫിഉൽ മാഉ അന്നാറ. അല്ലേ? വസലാത്തുർ റജുലി മനുഷ്യന്മാര് നിസ്കരിക്കലാകുന്നത് ഫീ ജൗഫിൽ ലൈലി രാത്രിയിൽ മനുഷ്യന്മാരുടെ നിസ്കാരവും അതിന്റെ ഒന്ന് ഖബർ കളഞ്ഞിരിക്കായിരിക്കും അല്ലേ? അതിനി ഖബർ സങ്കല്പിക്കണം. അലാ അദുല്ലുക അലാ അബ്വാബിൽ ഖൈരി ഹിയ അസ്സൗമുൻ. ആ വാതിലുകൾ എന്നാണ് അസ്സൗമു ജുന്നത്തുൻ എന്നുള്ളത്. അസ്സൗമി എന്നുള്ളത് ഏത് തലക്ക് മേലെ നിൽക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളെന്ത് പറയും? അങ്ങനെ പറയാൻ വല്ലയിടത്തും ഉണ്ടായിരിക്കും. നിങ്ങളെ കിതാബിലെല്ലാം പറഞ്ഞോണ്ട സുന്നത്തുൻ വിഖായത്തുൻ ജുന്നത്തുൻ ബിമാന വിഖായത്തുൻ. അസ്സൗമു ജുന്നത്തുൻ എന്നുള്ളതേ അലാ അബ്വാബിൽ ഖൈരി മേൽക്ക അലാ അദുല്ലുക അലാ അബ്വാബിൽ ഖൈരി. പിന്നെ അസ്സൗമു ജുന്നത്തുൻ എന്നൊരു തർക്കീബ് ഏതുമേ നിൽക്കുക. അസ്സൗമു ജുന്നത്തുൻ എന്നത് ഏത് തർക്കീബ് മേലെ നിൽക്കുന്നതിന് വെച്ചിട്ട് മുസ്ലിംമാര് മിണ്ടുന്നില്ലല്ലോ. അല്ലാഹ് അസ്സൗമു ജുന്നത്തുൻ എന്നത് ഏത് തർക്കീബ് മേലെ നിൽക്കുന്നത്? മുസ്ലിംമാര് കിതാബൊന്നും എടുത്തോണ്ട് പോകത്തെ എന്തായിരിക്കും? ഇവിടെ ഇങ്ങനെ വാരിക്കൂട്ടിയിടത്. അസ്സൗമു ജുന്നത്തുൻ എന്ന് ഏത് തർക്കീബ് മേലെ നിൽക്കുക? തർക്കീബ് നോക്കണ്ട, അങ്ങോട്ട് പോട്ടെന്ന് ഇല്ലേ? ഇപ്പൊ കമ്പ്യൂട്ടർ ഓത്തല്ലേ നമ്മള്. കമ്പ്യൂട്ടർ ഓത്താകുമ്പോഴേ അങ്ങനെ അങ്ങോട്ട് പോട്ടെ. തർക്കീബൊക്കെ വെറുതെ നോക്കി വെറുതെ മനുഷ്യന്മാരിങ്ങനെ സമയം കളയുന്ന എന്തിനാ? ഇല്ലയാ അങ്ങനെ ആയിരിക്കും. അലാ അദുല്ലുക അലാ അബ്വാബിൽ ഖൈരി. എന്നാ പിന്നെ അസ്സൗമു ജുന്നത്തുൻ ഫീ അബ്വാബിൽ ഖൈരി എന്നോ എന്നാ തർക്കീബ് വേണ്ടായിരിക്കുന്ന പിന്നെ അല്ലേ? അലാ അബ്വാബിൽ ഖൈരി ശബ്ബഹൽ ഖൈറ ബിദാരിൻ ലഹു ഫിഹാ കുല്ലു മാ തമന്നാഹു അൻ-നഫ്സു ഇസ്തിആറത്തുൻ മക്നിയത്തുൻ അസ്സൗമു ജുന്നത്തുൻ. തർക്കീബ് ഏതുമേലാണ് ആ തർക്കീബ് നിൽക്കുന്നതെന്ന് വെച്ചിട്ട് മുസ്ലിംമാർ ആരും ഉണ്ടെന്നില്ലല്ലോ. അല്ലാഹ് വസ്സദഖത്തു തുത്ഫിഉൽ ഖതീഅത. അസ്സൗമു ജുന്നത്തുൻ അസ്സദഖത്തു തുത്ഫിഉൽ ഖതീഅത. പുന്നാര നബി ഭയങ്കര നബിയാണ് ഇല്ല. വസലാത്തുർ റജുലി ഫീ ജൗഫിൽ ലൈലി. ജൗഫിൽ ലൈൽ കൊണ്ട് ഉദ്ദേശം വസ്തഹു ആഖിറഹു. സലാത്തുർ റജുലി ഫീ ജൗഫിൽ ലൈലി ആകുന്നത് തുത്ഫിഉൽ ഖതീഅത. അതല്ലെങ്കിൽ സലാത്തുർ റജുലി ഫീ ജൗഫിൽ ലൈലി ഹിയ മിൻ അബ്വാബിൽ ഖൈരി എന്നോ എന്തായിരിക്കും നിങ്ങൾ സങ്കല്പിച്ചു കൊടുക്കുക? അസ്സൗമു ജുന്നത്തുൻ സൗമാകുന്നത് സുന്നത്താകുന്നു ജുന്നത്താകുന്നു എന്ന മുബത്തദയും ഖബറും ചേർന്നുള്ള ജുംല ഏതർക്ക് മേൽ നിൽക്കുകയാണെന്ന് ചോദിച്ചിട്ട് മുസ്ലിംമാരും ഉണ്ടെന്നില്ലോ. വസ്സദഖത്തു തുത്ഫിഉൽ ഖതീഅത. അങ്ങനല്ലേ?
ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യാത്തി എന്ന അടിസ്ഥാനത്തിലായിരിക്കും റസൂലുള്ളാഹി പറഞ്ഞത്. സദഖ പിഴവുകളൊക്കെ വല്ല പാവങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ സദഖ കൊടുത്താൽ അത് പുറത്തു. ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യാത്തി. പിന്നെ ബാക്കി എന്തായിരിക്കും ആയത്തിന്റെ? ദാലിക ദിക്റ ലിദ്ദാക്കിരീൻ നിങ്ങൾ പറഞ്ഞിരിക്കണം. പിന്നെയും ഖുർആനിനകത്ത് അല്ലേ ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യാത്തി എന്നുള്ളത് തുത്ഫിഉൽ ഖതീഅത്ത. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഹസനാത്തി യുദ്ഹിബിന സയ്യാത്തി എന്നാണ്. എന്നിട്ട് ആ ഹസനാത്തിനെ എന്ത് ചെയ്തു? അതുകൊണ്ട് ഇദ്ദേഹം സദഖയാക്കി വെച്ചു ഇല്ലേ? ആണോ? അതാണ് ഇദ്ഹാബുഹാ ലിമാ യതഅല്ലഖു ബിൽ ആദമി റഫഉഹാ ഇലാ ഖസ്മിഹി ഫീ മുഖാബലത്തി മദ്ലമത്തിഹി ഇല്ലം തൂജിദ് ലഹു ഹസനത്തുൻ ഉഖിദ മിൻ സയ്യാത്തി ഖസ്മിഹി ഊദിയ അലൈഹി സുമ്മ യുൽഖാ ഫിന്നാരി. അല്ലാഹു കാക്കട്ടെ. വഅത്ബിഇസ് സയ്യിഅത ബിൽ ഹസനത്തി എന്നുണ്ട് കിതാബിനകത്ത്. തെറ്റ് ചെയ്തു പോയി, എന്നാലും നന്മ വേഗം ചെയ്താളാ. എന്നാ തംഹുവ ആ നന്മ തിന്മയും മായ്ച്ചളയും. അങ്ങനെയൊക്കെ ഉണ്ട്. സദഖ എന്ന് പറയുമ്പം നല്ല രീതിയിൽ മനുഷ്യന്മാരെ കൽവി നിർത്താൻ പോകണം. എന്നാലേ നന്മ ചെയ്യാൻ പറഞ്ഞാലും നിൽക്ക് പറയണം അരതാക്കത്തെ അനുകരിച്ചേക്കാം, ചെയ്ത ഭാഗങ്ങളൊക്കെ പുറകട്ട്. അതിനിപ്പോ വലിയ ജോലി പാടൊന്നുമില്ലല്ലോ. പള്ളിച്ചെത്ത വെള്ളമുണ്ട്, മുസല്ലയുണ്ട്. അസദഖത്തു തുത്ഫിഉൽ ഖതീഅത്ത റസൂലുള്ളാഹി പ്രത്യേകം പറഞ്ഞത് സമ്പത്ത് ഇച്ചിരി പൈസ കൊടുക്കാൻ പാടാം മനുഷ്യന്മാർക്ക്. അതുകൊണ്ട് മനുഷ്യന്മാരെ ഒതുക്കിയെടുത്തണമല്ലോ എപ്പോഴും. അങ്ങനെ പൈസ തരാൻ വേണ്ടി ഇത് പിടി നമ്മളെ സദഖ പിടി. അസദഖത്തു പിടി ബിസ്മില്ലാ വേഗം പിടിക്കണം. ഇരിക്കുന്ന പിള്ളേര്. അപ്പൊ അസദഖത്തു ഖതീഅത്തന്നല്ലേ പറഞ്ഞേ. സദഖ എന്ത് ചെയ്യും? അപ്പൊ ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യാത്തി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതിനൊക്കെ രണ്ടെണ്ണം വന്നോ? രണ്ടെണ്ണം ഒന്നിച്ച് നിശ്ചയല്ലേ. അസദഖത്തു എന്താണ്? വഅത്ബിഉസ് സയ്യിഅത ബിൽ ഹസനത്തി എന്ന് വേറെ ഒരു ഹദീസിനകത്തും അവിടെ ഹസനത്ത് എന്നാ പറഞ്ഞത്. അപ്പൊ അതെല്ലാം പറഞ്ഞെടുത്ത് ഹസനത്ത് പറഞ്ഞെടുത്ത് എന്ത് ചെയ്തിരിക്കണം? ഇത് എന്റെ പൈസ അല്ല കേട്ടോ, ഇത് നമ്മളെ നവാസിനെ പറ്റി ഓതിനുള്ള പൈസ കൂലിയത് വിചാരിച്ചപ്പോ ഓതിയാലും ഓതാത്തരും എല്ലാരും വിട്ടല്ലോ ഇല്ലാത്തോടെ ഇനിയിപ്പോൾ അവർ കൂടെ കൊടുത്തോളാം. അപ്പം ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യാത്തി എന്നുള്ളിടത്ത് അല്ലെങ്കിൽ വഅത്ബിഉസ് സയ്യിഅത ബിൽ ഹസനത്തി എന്ന് പറഞ്ഞിടത്ത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സദഖയുടെ ഖുസൂസിയത്ത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് വസ്സദഖത്തു തുത്ഫിഉ വേണ്ട സദഖത്തു തുത്ഫിഉ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആദ്യം പറഞ്ഞ വാക്ക് സ്വലാത്തു റജുലി അല്ല എന്താണ്? അസൗമു ജുന്നത്തുനെന്നാണ്. അസൗമു ജുന്നത്തുന തജന്നു എന്ന ഫീലിയാഞ്ഞിനോടൊത്തും പറഞ്ഞില്ല. അസൗമു ജുന്നത്തുൻ. അസ്സദഖത്തു തുത്ഫിഉ എന്ന ഖബർ കൊണ്ടുവന്നിടത്ത് തുത്ഫി എന്ന മുദാരിയ ഫീല കൊണ്ടുവന്നത്. അപ്പൊ എപ്പോഴും കൊടുത്തോണ്ടിരിക്കണം. അല്ല തജദ്ദുദിന്റെ മേലെ അറിയിക്കുന്നതാണ്. അസ്സൗമു ജുന്നത്തുൻ എന്നുള്ള ഇസ്തിമ്രാറിന്റെ മേലെ അറിയിക്കും, മറ്റേ തജദ്ദുദിന്റെ മേലെ അറിയിക്കുകയാണ്. എന്നും അത് ചെയ്തോണ്ടിരിക്കണമെന്ന് അതിന്റെ അർത്ഥം. തങ്ങൾ ഭയങ്കര തങ്ങളാണ്. ഈ തങ്ങൾ ഇതെല്ലാം പഠിച്ചിട്ടത് പറഞ്ഞത് നല്ല ചിന്തിച്ചു പോലും. അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലേ? പിന്നെ നമ്മളിങ്ങനെ ബാക്കിയുള്ള ഫുഖഹാക്കളൊക്കെ വന്ന് നെഹവീങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഫീൽ അതിലാണ് അങ്ങനൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ലോണം വിശദീകരിച്ച പറഞ്ഞേക്കുന്നത്. സ്വലാത്തു റജുലി ഫീ ജൗഫിൽ ലൈലി എന്നത് അതിന്റെ ഖബർ നമ്മൾ ഇതേപോലെ സങ്കല്പിച്ചിട്ട് തുത്ഫിഉൽ ഖതീഅത എന്ന് സങ്കല്പിക്കാം. മനസ്സിലായില്ല? അതല്ലെങ്കിൽ സ്വലാത്തു റജുലി ഫീ ജൗഫിൽ ലൈലി എന്നുള്ളത് ഹിയ മിൻ അബ്വാബിൽ ഖൈരി എന്ന് സങ്കല്പിക്കുക. ഇനി അതല്ല നല്ലോണം ഇങ്ങനെയും പറയാം, ഇങ്ങനെ സങ്കല്പിക്കുക. സ്വലാത്തു റജുലി ഫീ ജൗഫിർ റജുലി
ശിആറു സ്വാലിഹീന, അത് സാലിഹീങ്ങളുടെ അടയാളമാണ് എന്നും സങ്കല്പിക്കാമെന്ന് തഫ്താനി തങ്ങളുടെ ഹദീസിന്റെ വിശദീകരണത്തിൽ പറയുന്നു. കമാഫി ജാമിഉൽ ഉസൂലി. മനസ്സിലായില്ല? വയഫീദു ഹാദാ ഫായിദത്തൻ സായിദത്തൻ അലൽ ഖരീബത്തൈനി വഹിയ അന്നഹുമ, അത് രണ്ടും കമാ അഫാദത്ത, അത് രണ്ടും ഫായിദ ഒപ്പിക്കുന്നുണ്ട് അൽ മുബാഅദത്ത അനിന്നാരി ഫതുഫീദു അൽ ഇദ്ഖാൽ ഫിൽ ജന്നത്തി. എന്നിട്ട് എന്ത് ചെയ്തു? വയത്തിമുൽ ഇസ്തിശ്ഹാദ ബിൽ ആയത്തി ലിഅന്ന ഖുറത്ത ലൈനി ഹുവൽ ഫൗസു വസ്സുറൂർ. എന്താ നിസ്കാരത്തെയും സക്കാത്തിനെയും ഖദ്ദമ സ്വലാത്ത അല സക്ക വസ്സൗമ വഅക്കസ താനിയ. ആദ്യം പറഞ്ഞെടുത്ത് തുഖീമ സ്വലാത്ത എന്നല്ലേ, തുതു സക്കാത്ത എന്നാ പറഞ്ഞ അങ്ങനല്ലേ. ഇപ്പൊ പറഞ്ഞെടുത്ത് സ്വലാത്തിനെ ബന്ധിച്ച് ആദ്യം നോമ്പ് പറഞ്ഞു, അങ്ങനല്ലേ പറഞ്ഞെങ്ങനെ? പിന്നെ സദക്കയും ബന്ധിച്ചു, അല്ല സ്വലാത്തിനെ ബന്ധിച്ച് സദക്കയും ഒന്നിച്ച്, അങ്ങനല്ലേ ഇബാദത്ത് വന്നേക്കുന്നേ. ആദ്യം പറഞ്ഞെടുത്ത് സ്വലാത്തിനെ ബന്ധിച്ച്, മനസ്സിലായില്ല? സൗമനെ ബന്ധിച്ച്. ഇപ്പോഴോ സൗമനെ ബന്ധിച്ച് സ്വലാത്തിനെ ബന്ധിച്ച്. നല്ല രസം ഇതൊക്കെ. ആദ്യം പറഞ്ഞത് ദീനിന്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ കൊണ്ടുവന്നതാണ്. ആദ്യം പറഞ്ഞത് ദീനിന്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ കൊണ്ടുവന്നപ്പോ അഹമ്മിനെ മുന്നിച്ചുകൊണ്ടുവന്നു. മനസ്സിലായില്ല? രണ്ടാമത്തെ ദീനിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി പറഞ്ഞതാണ്, ലി തക്മീലിഹി. മനസ്സിലായില്ല? അപ്പൊ ആ തറക്കി ഫീഹി ഔലാ, അപ്പൊ ഒന്നിൽ നിന്ന് തറക്കിയായിട്ടുണ്ട് പറയലാണ് ഔലയായത്. അപ്പൊ സ്വലാത്തുർ റജുലിനെ പിന്തിക്കണം, സദക്ക എല്ലാം കൊടുത്ത് ഇങ്ങനെ കയറി വരും. പിന്നെ എന്തായി? പിന്നെ അത് നല്ല രീതിയിൽ ഖത്തിയത്തിനെ എല്ലാം അയച്ചു കളയുമ്പോൾ പിന്നെ മനുഷ്യന്മാരിങ്ങനെ കയറി പോവാണ്. അപ്പൊ അതുകൊണ്ട് സ്വലാത്തുർ റജുലി എന്നുള്ളതിനെ പിന്തിച്ചു. മനസ്സിലായില്ല? വലിയ ശബ്ബഗ സൗമ ബിൽ ജുന്ന അല്ലത്തി ഹിയ ദൂനൽ മായി ലിഅന്നഹ തദ്ഫഉൽ അദുവ വൽ മാഉ യഖ്മഉഹു വയുത്ഫിഉഹു. അപ്പൊ ഖബറിനെ കളഞ്ഞു നോക്കണം, ഇശ്ആറൻ ബിഅന്നഹു ലാ യക്തനിഹു കുൻഹുഹു എന്നതിന്റെ അർത്ഥം. സ്വലാത്തുർ റജുലി ഫീ ജൗഫിൽ ലൈലി എന്നതിന്റെ ഖബറിനെ കളഞ്ഞിരിക്കുകയാണ്. ആ ഖബറിനെ കളഞ്ഞത് അതിന്റെ പ്രതിഫലം എന്താണെന്ന് അതിന്റെ ഹഖീഖത്ത് കുൻഹു പറഞ്ഞു തരാൻ എത്രയും പറയാനുണ്ടോ. അതുകൊണ്ട് ഒരാള് ഷിയാറു സ്വാലീൻ എന്ന് സങ്കല്പിച്ചു കൊടുത്തു, ഈ സ്വാലീങ്ങളുടെ. മനസ്സിലായില്ല? അപ്പൊ ആ ഖബറിനെ കളഞ്ഞത് കൊണ്ട് ഭയങ്കര ഫായിദ കിട്ടിയില്ല. ലാ യുംകിനു തഅബീറു അൻഹു, അതിനെ തൊട്ട് ഇബാറത്തിടാൻ പറ്റാത്ത ഒന്നാണ്. അതുകൊണ്ടാണ് ഈ വലിയ മഹാമാരി രാത്രി പറഞ്ഞില്ല, ഉറക്കൊഴിച്ചങ്ങനെ ഇബാദത്തോണ്ടിരിക്കും. എന്റെ ഖബറിനെ പറഞ്ഞില്ലല്ലോ, പറഞ്ഞോ? സ്വലാത്തുർ റജുലി ഫീ ജൗഫിൽ ലൈലി എന്നുള്ള ഖബർ പറഞ്ഞോ? ഇല്ല. ആ ഖബർ എങ്ങനെ സങ്കല്പിക്കാം? ആ ഖബർ നോക്കി പറഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് സങ്കല്പിച്ചു കൊടുക്കാം. ഫീൽ ഖത്തിയത്താന്ന് വരും. മനസ്സിലായില്ല? ആ ഖബറിനെ കളഞ്ഞതിന്റെ ഫായിദ മഹാനായ ഇബ്നു ഹജർ മേലാണ് തഫ്താനി തങ്ങൾ പറഞ്ഞു. മനസ്സിലായില്ലേ? والصدقة تطفئ وعلى هذا لا حاجة إلى تقدير خبر لقول وصلاة الرجل എന്നൊക്കെ ഓരോരുത്തർക്ക് എഴുതാൻ കുഴപ്പമൊന്നുമില്ല. ഏട്ടാ സ്വലാത്തുർ റജുലി ഫീ ജൗഫിൽ ലൈലി ഖബറു മിസ്ലു കദാലികാണ് ഐ തുത്ഫീൽ ഖത്തിയത്തോ. കണ്ടാ? وعلى هذا يقدر لقوله وصلاة الرجل في جوف الليل خبر مثل ذلك. الصوم جنة يحتمل أن يكون جملة واحدة يتضمن ذكر باب من الخير وهي الصوم. അല്ല, അതനുസരിച്ചുകൊണ്ട് സ്വലാത്തുർ റജുലി ഫീ ജൗഫിൽ ലൈലി അതേപോലെ ഖബർ സങ്കല്പിച്ചു കൊടുക്കണം. ഐ തുത്ഫീൽ ഖത്തിയത്ത അല്ലെങ്കിൽ ലൗ മിൻ ബാബിൽ ഖൈരി. വയക്കൂന സൗമു ഖബറു മുബ്തദഅ മഹ്ദൂഫൻ അഹദുഹാ അസ്സൗമു, അതിൽ ഒന്നാമത്തത് സൗമാകുന്നു. അസ്സൗമു
ഞങ്ങൾക്ക് അറിയിച്ചേട്ടെ, ഖൈറിന്റെ ബാബിന്റെ മേൽ അറിയിച്ചേരട്ടെ. അബുവാബുകൾ പലതുണ്ട്. അഹ്ദുഹ അസ്സൗമു, നോമ്പാകുന്നു. ശരിയില്ല. പിന്നെ ജുന്നത്തുനെന്നുള്ളതോ അത് കളയവിടെ ഉത്തർ ഖബർ വഹിയ ജുന്നത്തുൻ. അല്ലാതെ അസ്സൗമു ജുന്നത്തും പറഞ്ഞുകൊണ്ട് എന്തോ എന്ത് ഇറാമേൽ നിൽക്കും എന്നുള്ള കാര്യത്തിലാണ്. പിടുത്തല്ല ഇങ്ങനെ നിന്നു. ചില പിള്ളേർ താടി ഇങ്ങനെ മാറ്റം ഇവിടെ മാറി നിൽക്കുന്ന കണക്ക് ഇങ്ങനെ പിടുത്തെല്ലാം നിൽക്കും. ഉറക്കെ പുസ്തക പാഞ്ഞുമില്ലായിട്ട് സീനാബിന്റെ മാർഗം എന്താ പറ? ഏത് സുവാല്? ആരാ സുവാലാക്കുന്നത്? സങ്കല്പിക്കണം. സങ്കല്പിക്കുന്നത് നിങ്ങൾക്ക് തോന്നിയാൽ സങ്കല്പിക്കാൻ മതി. മാക്കപ്പലും മാബാദൊക്കെ സഹായം വേണ്ടായിരുന്നു. മനസ്സിലായില്ല? സെഹറും ദായിമുൻ ഹുസ്നുൻ തവീലുൻ ഖാലലി ഖുൽതു അലീലും. ഞാൻ രോഗിയാണ് എന്ന് പറഞ്ഞു പാടുന്ന സുഹാൽ എന്തായാലും എന്ത് ചെയ്യും? സക്കാക്ക് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഒരു വാക്യ സുഹാലോട് വാക്യായി. മറ്റേ ഇമാം പറഞ്ഞനുസരിച്ച് തബ്തദാനങ്ങൾ പറഞ്ഞനുസരിച്ച് അല്ല, അതിന്റെ മുസന്നി പറഞ്ഞനുസരിച്ച് കൊണ്ട് തഖ്ദീറാക്കണം. ഖുൽതു അലീലും, ഞാൻ രോഗിയാണ്. ഖാലലി, അയാൾ എന്നോട് വന്ന് പറഞ്ഞു. ഖാലലി കൈഫ അന്ത, ഞാൻ പറഞ്ഞു ഖുൽതു അലീലുൻ, ഞാൻ രോഗിയാണ്. ഞാൻ രോഗിയാണെന്ന് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ അസ്ബാബ് അയാൾ അന്വേഷിക്കും. എന്താണ് അതിന്റെ കാരണം? അപ്പൊ അയാൾ ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു. മനസ്സിലായില്ല? അവിടെ മുഖ്തസർ പറഞ്ഞല്ലോ അതിന്റെ വിശദീകരണം. അയാളും കൂടെ ചോദ്യം നമുക്ക് പറഞ്ഞു കൊടുക്കാം. അല്ലെ എന്റെയും അയാളുടെയും കലാമിന്റെ വേറൊന്ന് വന്നു വരാതിരിക്കാൻ വേണ്ടി ഖുൽതു അലീലു സഹറുൻ ദായിമുൻ. അതേപോലെ ഒന്ന് സങ്കല്പിക്കൂ. പറ, മാ ഖബലിൽ നിന്നും അങ്ങനെ ഒരു ഇറാബുണ്ടോ? അങ്ങനെ ഒന്നും വരാത്തുണ്ടോ? അലാ അദുല്ലുക അലാ അബ്വാബിൽ ഖൈർ. ഇസ്തിഫാമാണത്. ബലാ യാ റസൂലല്ലാഹ്. കഴിഞ്ഞു. അലാ അദുല്ലുക, അറിയിച്ചു തരണ്ടയോ നിനക്ക് ഞാൻ അലാ അബ്വാബിൽ ഖൈർ. തിരക്ക് വന്ന് ചോദിച്ചല്ലോ എന്തായാലും. അപ്പൊ എല്ലാവിധമായ ഖൈറിന്റെ ബാബുകളും നിനക്ക് ഞാൻ അറിയിച്ചു തരണ്ടയോ? ബലാ യാ റസൂലല്ലാഹ്. കഴിഞ്ഞു. ഇനി അത് പറയാം. പിന്നോട് സുഖമുണ്ടോ? ഇപ്പൊ ഇസ്തിനാബിന്റെ മക്കാമുണ്ടോ? അതാണ്. ദുല്ലനീന്ന് വേണ്ട, അലാദുല്ലക്കാന്നല്ലേ? അറിയിച്ചു തരണ്ടയോ? ബല, അറിയിച്ചു തരാതിരിക്കരുത്, തരണം. അങ്ങനെ ഒരുപാട് സ്ഥലം നമ്മൾ സംഘടിപ്പിക്കുന്നല്ലോ. അത് ലാസിമ മേനയല്ലേ? അത് ഇൽത്തിസാമിയ മേനയല്ലേ? അതിനെ നമ്മൾ മുത്താബിഖിയ ദലാലത്ത് പഠിക്കുന്നു, തദമ്മുനിയ ദലാലത്ത് പഠിക്കുന്നു, ഇൽത്തിസാമിയ ദലാലത്ത് പഠിക്കുന്നു എന്നൊക്കെ പറയുന്നതിനല്ലേ. നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെ എന്നാണ് ചോദ്യം. അറിയിച്ചു തരണ്ട എന്നാണോ? ലാ അദുല്ലുക, അറിയിച്ചു തരണ്ട എന്നാണോ? അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബ് അല്ലയോ? ബലാ. അതൊക്കെ സങ്കല്പിക്കാൻ പറ്റുള്ളൂ. ബലാ. അവനി തങ്ങൾ ഇനി എണ്ണണം. അബ്വാബുൽ ഖൈറിനെ അഹദുഹ അസ്സൗമു. കണ്ടോ? അതിൽ നിന്നും ഒന്നാമത്തെ നോമ്പാണ്. ശരിഞ്ഞോ? ആ നോമ്പാകുന്നത് ജുന്നത്തുൻ, അത് ജുന്നത്തും ആണ് എന്നാണ് ആര് സങ്കല്പിച്ചത്? അങ്ങനെ സങ്കല്പിച്ചതാ. ഇയാളെ പേരുന്തോ? ഈ കിതാബിന്റെ പേരുന്തോ? ലമാദ്. الصوم يحتمل أن يكون جملة واحدة يتضمن ذكر باب من الخير وهو الصوم، وعلى هذا يقدر لقوله وصلاة الرجل في جوف الليل خبر مثل ذلك حيث تفيد الخفية أو من باب الليل، وأن يكون الصوم خبر مبتدأ محذوف يحدها الصوم وجنة خبر لمحذوف آخر وهي جنة، كذلك قول والصدقة تفيد.
അപ്പൊ എങ്ങനെയാണ് إذا تقرر هذا فلولا أن يقال حذف الخبر منه إشعارا بأنه لا يكتنه كنهه صلاة الرجل في الليل എന്നതിന്റെ ഖബർ ആ ഖബറിനെ കളഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചാൽ ഇഷ്ആറൻ ബിഅന്നഹു ലാ യക്തനിഹു കുൻഹുഹു അതിന്റെ കുൻഹിയത്ത് പറയാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അല്ല ഐ വലാ യുംകിനു തഅബീറു അൻഹു സലാത്തുർ റജുലി ഫീ ജൗഫിൽ ലൈലി ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹാ വലിഹാദാ ഇസ്തുശ്ഹിദ ബില്ലായത്തി തതജാഫാ ജുനൂബുഹും ثم തല തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ. മനസ്സിലായില്ല? പിന്നെന്തായത്? ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. മിമ്മാ റസഖനാഹും യുൻഫിഖൂൻ എന്നുള്ളത് അസ്സദഖത്തു തുത്ഫിഉ എന്നതിനും കൂടി ദലീലാണ് എന്ന് പറഞ്ഞവരും ഉണ്ട്. മനസ്സിലായോ? حتى بلغ يعملون يعني عن المضاجع أي مواضع النوم أنا وهي كناية عن التهجد يدعون يعبدون ربهم خوفا من سخطه وطعما في رحمته ومما رزقناهم ينفقون فلا تعلم نفس أنا لا ملك ولا نبي ഒരു നബിയും ഒറ്റ മലക്കും ആരും അറിയുകയില്ല, ഒരു നഫ്സും അറിയുകയില്ല. മാ ഉഖ്ഫിയ ലഹും അവർക്ക് വേണ്ടി. ആർക്ക് വേണ്ടി? ആ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ചിരിക്കുന്നവർക്ക് വേണ്ടി. അവർക്ക് ഇഖ്ഫാ ചെയ്യപ്പെട്ടതിനെ ആർക്കും അറിയാൻ പറ്റില്ല. മിൻ ഖുർറത്തി ഐനിൻ കൺകുളിർമയാൽ അവർക്ക് കൊടുക്കുന്നത്. അതാ അബ്ദുൽ ഹസൻ ഷാദിലി തങ്ങൾ പാടിയത് മൻ قصد العلا سهر الليالي ليلة القدر ليلة الجمعة وكان ليلة القدر من المغرب إلى الفجر. ഇത് പറഞ്ഞ് തുടങ്ങുന്നില്ലേ? അവർക്ക് എല്ലാ വെള്ളിയാഴ്ച രാവിലെ ലൈലത്തുൽ ഖദറ. ഷാദിലിയാക്കൾക്ക് എല്ലാ വെള്ളിയാഴ്ച രാവിലെ ലൈലത്തുൽ ഖദറ പറ്റുന്നത്. مما ما خفي لهم من قرة عين مما تقر به عيونهم سرورا من الثواب. ഈ കാര്യങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തു? അബ്വാബുൽ ഖൈറാക്കി. കാനലി അന്നമൻ ഇഅ്താദഹ അല്ല ഈ കാര്യങ്ങളെ പതിവാക്കുന്നവൻ. പതിവാക്കണം. ഇത് വല്ലപ്പോഴും ചെയ്തിട്ട് കേൾക്കുന്നത്. ഇത് വല്ലപ്പോഴും 50 രൂപ കൊടുത്ത് എന്തോ വല്ലപ്പോഴും 50 രൂപ കൊടുക്കല്ല, ഡെയിലി കൊടുക്കണം പൈസ. ഡെയിലി ബാധ്യ നഫ്സി. ഇത് നഫ്സിന് ഇച്ചിരി കടുപ്പാ. ഓ അങ്ങനെ ഇത് വേണ്ട, നമ്മള് എന്തിനിങ്ങനെ പാടുകൊടുത്തേ, വേറെ ജോലിയില്ലേ ഇത്. യസ്ഹുലു അലൈഹി കുല്ലു ഖൈർ. അതിന്റെ മേലാണ് മറ്റുള്ള എല്ലാ ഖൈറുകളും എളുപ്പമാകുന്നത്. തന്നെയല്ല വലിയ അന്നൽ അഅ്മാല ഇമ്മാ ബദനിയത്തുൻ ഉമാലിയത്തുൻ ഫസദഖത്തു മാലിയത്തുൻ വസൗമു വസലാത്തുൽ ലൈലി ബദനിയുൻ നഹാരിയുൻ വലൈലിയുൻ. 3 എണ്ണായി. നിസ്കാരാകുമ്പോൾ ലൈലിയാവും, സലാത്തുർ റജുലി ഫിൽ ലൈലി എന്നല്ലേ? മനസ്സിലായില്ല? നോമ്പാകുമ്പോൾ നഹാരിയായി, അപ്പൊ നഹാരിയായി, ലൈലിയായി, മാലിയായി, ബദനിയായി. ബദനിയിൽ തന്നെ നഹാരിയുമായി ലൈലിയുമായി. മനസ്സിലായില്ലേ? അലാ ഉഖ്ബിറുക ബിറഅസിൽ മാലി. ഓഹ് കണ്ട, അലാ ഉഖ്ബിറുക ബിറഅസിൽ അംരി. കാര്യം ദീനിന്റെ അടിസ്ഥാനപരമായ കാര്യം പറഞ്ഞു തരട്ടെ എനിക്ക്. അപ്പൊ ഇത് ഇതേറെ പറഞ്ഞതല്ലേന്ന് ചോദിക്കും. ഇതേറെ പറഞ്ഞതല്ലേന്ന് ചോദിക്കും. അങ്ങനല്ല ഓരോരോ വിഷയങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ അതിന് ഇനി പറയാൻ പോകുന്ന വിഷയം വലിയ അർജന്റായിട്ട് എടുക്കാൻ വേണ്ടി വീണ്ടും പറയാം. അലാ അതുല്ലുക്ക അലാ ഉഖ്ബിറുക. നേരത്തെ പറഞ്ഞെന്തോ അലാ അതുല്ലുക്ക അലാ ഉഖ്ബിറുക. മാഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ അല്ലേ? അങ്ങനല്ലേ ആദ്യം പറഞ്ഞു? ഇപ്പോഴത്തു അലാ അതുല്ലുക്ക
തുമ്മക്കാല അല്ല ഉഖ്ബിറുക്കാന്നല്ല അല്ല എന്താണ് അല്ല അതിലൊക്കെ റസൂൽ അംരി അല്ലേ? മാഷാ അല്ലാഹ്. ഇതിനകത്ത് ഉഖ്ബിറുക്കാന്ന് എന്താ ചെയ്യാ? അലാ ഉഖ്ബിറുക ബിറസൂൽ അംർ അലാ അദുല്ലുക ബിറസൂൽ അംർ. റസൂൽ അംർ കാര്യത്തിന്റെ തല. അതിന്റെ അർത്ഥം അതാ. അവിടുത്തെ കാര്യം കൊണ്ട് ഉദ്ദേശം ദീന്. അപ്പൊ ദീനിന്റെ അടിസ്ഥാനം, അതിന്റെ തലഭാഗം. പിന്നെയോ വഉമൂദിഹി എന്താ ആ ദീനിന്റെ ആ കാര്യത്തിന്റെ നെടുന്തൂണ് എന്താ ആ കാര്യത്തിന്റെ അമൂദ് ബിളമ്മിൽ അമൂദിഹി. പിന്നെയോ ദിർവത്തി സനാമിഹി ആണോ? അങ്ങനെ പറഞ്ഞ് വദുർവത്ത് ബിളമ്മിൽ മുഅ്ജമാ വകസരിഹാ ഐ അഅല മുകൾ ഭാഗം സനാമിഹി ഇല്ല ആ പൂഞ്ഞയുടെ ഭാഗമുണ്ട്. പൂഞ്ഞയുടെ ഒട്ടകത്തിന്റെ പൂഞ്ഞയില്ലേ മുതുവിന് ഇങ്ങനെ ഒരു കഴുത്തിന് മുകളിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അതിനാണ് സനാം പറയാ. അതിന്റെയും മുകൾ ഭാഗം കണ്ടാ. അപ്പൊ എന്തായി? കാര്യത്തിന്റെ തലയും അതിന്റെ നെടുന്തൂണും അതിൽ നിന്നും ഏറ്റവും ഉയർന്നതും കണ്ടാ. കുൽത്തു ഞാൻ പറഞ്ഞു ബലായ റസൂലുള്ളാഹ്. അത് പറഞ്ഞത് ബലായ റസൂലുള്ളാഹ്. അതേ പറഞ്ഞു. ഇവിടെ സങ്കല്പിച്ചു കൊടുത്തു. അല്ല ഇവിടെ ഇവിടെ ഉണ്ട്. അതുകൊണ്ടുള്ള അങ്ങോട്ട് കൊടുത്താൽ ഇക്തിഫാഖങ്ങൾ പഠിച്ചവരല്ലേ? ഒരു ഇക്തിഫാഖ് പഠിച്ചവരല്ലേ? തഖീഖുൽ ഹർറ ഐവൽ ബർദ എന്ന് പറഞ്ഞല്ലേ ഒരു കിതാബില്. അപ്പൊ ഇനി ഇവിടെ പറഞ്ഞ അങ്ങോട്ട് സങ്കല്പിച്ചു. ബലായ റസൂലുള്ളാഹ് ഖാല റസൂൽ അംരി അൽ ഇസ്ലാം. എല്ലാത്തിന്റെയും തല ഇസ്ലാമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞ ഈമാൻ ഇസ്ലാം അതൊക്കെ ഒരു മാനയ്ക്ക് ദീൻ അല്ല ഒരു മാനയ്ക്ക് ഉപയോഗിക്കുക. നമ്മൾ നാളെ പറഞ്ഞല്ലോ അതൊക്കെ തഹ്ഖീഖായി പോകുന്നതാണ്. റസൂൽ അംർ അംർ കൊണ്ട് ഉദ്ദേശം അദ്ദീൻ അൽ ഇസ്ലാം ഐ കലിമത്ത് ഷഹാദ കണ്ടാ. പിന്നെ വഹിയ ഷഹാദത്താനി ലിഅന്നഹുൽ മിഫ്താഹ് വലാ ബഖാഅ ലിൽ അഅമാൽ ദൂനഹു. ഇതില്ലാതെ മറ്റുള്ള അമലുകൾക്ക് എന്തില്ല, ഒരു പ്രയോജനമില്ല. കലിമത്ത് ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദ് റസൂലുള്ളാഹിനെ അംഗീകരിക്കണം. അതോടെ തബലിയാരെന്ന് മുസ്ലിമുകളല്ലേ നമ്മൾ പറയുന്നത്. കാനേശുമാനി മുസ്ലിം എന്ന് പറയാം. അല്ലാതെ നമ്മൾ അംഗീകരിക്കത്തില്ല. അവരൊന്നും ഫലാ ബഖാഅ ലിൽ അഅമാലി ദൂനഹു വഹുവ മിൻ ബാബി തശ്ബീഹിൽ മഖ്ലൂബ്. തശ്ബീഹ് മഖ്ലൂബാണ്. റസൂൽ അംരി അൽ ഇസ്ലാം എന്നാ പറഞ്ഞത്. അൽ ഇസ്ലാം റസൂൽ അംരി എന്നാണ്. ഇതിൽ മഖ്സൂദു ഇസ്ലാമിനെ തശ്ബീഹാക്കലാണ് തലയോട്. മനസ്സിലായില്ല? അപ്പൊ തശ്ബീഹ് മഖ്ലൂബായി. തിരിഞ്ഞില്ലയോ? റസൂൽ അംരി ലിയുശ്ഇറ ബിഅന്നഹു മിൻ സായിരിൽ അഅമാലി ബിമൻസിലത്തി റസ്. ഈ ഇസ്ലാം മറ്റുള്ള അമലുകളെ അപേക്ഷിച്ചുകൊണ്ട് തലയുടെ ഭാഗത്താണ്. തലയില്ലാത്തവന് പിന്നെ എന്ത് വാല് എന്നാ? ബിമൻസിലത്തി റസ് മിനൽ ജസദി ഫി ഇഹ്തിയാജിഹി ഇലൈഹി വഅദമി ബഖാഇ ദൂനഹു വഅമൂദിഹി ഐ മാ യഖൂമു ബിഹി ദീൻ വയർതഫിഉ ബി അസാസുഹു. തൂണ് എന്ന് പറയുന്നത് എന്തിനാ? അടിസ്ഥാനം. ആ അടിസ്ഥാനത്തിനെ ഉയർത്തിക്കെട്ടാനുള്ള സാധനം അല്ലെ തൂണ്. എൻഡുകൾ അതിനെ ഉയർത്തിക്കെട്ടാനുള്ളതല്ലേ. ഹൈമകൾ ഉയർത്താൻ വേണ്ടിയിട്ടല്ലേ തൂണുകൊണ്ട് വരുന്നത്. ഹൈമ കണ്ടിട്ടില്ലേ? ഹൈമ നടുക്കണം ചൂന്ന് ഇങ്ങനൊന്നും ഉണ്ടാവും ഇങ്ങനെ കെട്ടിയിട്ട്. അപ്പൊ ഇതില്ലെങ്കിൽ അതങ്ങ് പോയതെല്ലാം പോകും. അതിനാണ് എന്താ പറയാ അമൂദ്. പിന്നെ അമൂദുഹു അസ്സലാ. നെടുന്തൂണാണ് നിസ്കാരം. അപ്പൊ നമ്മൾ ഒഴിവാക്കിയ പിന്നെ എന്തിനാ നെടുന്തൂണില്ലാത്തവനായി? ആ പൊളിഞ്ഞ പന്തലാവും. അത് പൊളിഞ്ഞ പന്തലാവും നിസ്കാരം ഇല്ലാത്തവനെ സംബന്ധിച്ച് പറഞ്ഞാല്. അസ്വലാത്തു വേണ്ട വദിർവത്തു സനാമിഹി. കാരണം സ്വലാത്ത് എന്നുള്ളത് അൽ ഫാരിഖത്തു ബൈനൽ കാഫിർ വൽ മുഅ്മിൻ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ചില കിതാബിൽ. മനസ്സിലായില്ല? അമൂദുഹു അസ്സലാത്തു. കാരണം ലിഅന്ന ബിഹാ സ്വലാത്ത് കൊണ്ടാണ് ഖുവ്വത്തുഹു വസ്തിൻസാഖുഹു അവന്റെ സർവ്വവിധമായ
ശക്തിയും പിടിച്ചു നിൽക്കലും സ്വലാത്ത് കൊണ്ടാണ്. ഞാൻ നിക്കരിക്കട്ടെ എന്നിട്ട് ഊരി എടുത്തോളാൻ പറഞ്ഞില്ല അനിയെന്ന് പറഞ്ഞു. ഫമന്ദാവമലൈഹ നിസ്കാരത്തിന്റെ മേൽ ദായിമാകുന്നവർ ഖവിയ ദീനുഹു വത്മഅന്ന ഖൽബുഹു വമല്ല ളഅഫ ദീനുഹു വഫസദ ഖൽബുഹു ഹത്താ ലം യബ്ഖ ലഹു മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു വമിനൽ ഇഹ്തിറാമി ഇല്ല ഇസ്മുഹു കാനേശുമാനി മുസ്ലിം എന്ന് പറയാം. നിസ്കാരമില്ലാത്തവനെ സംബന്ധിച്ചുകൊണ്ട് തൂണില്ലാത്ത മന്ദലാണെന്ന് പറയാം. നെടും തൂണില്ലാത്ത മന്ദൽ. ഈ മുസ്ലിംമാരും വിത്തുറീകരിക്കുന്നെന്നാ പരാതി. ഇന്നലെ വിത്തുറീകരിച്ചായിരുന്നോ? സിയാദ് സയ്യിദ് ഇല്ല. ആ വിത്ത് നിസ്കരിക്കാത്ത മുസ്ലിംമാരെ ഇവിടെ പഠിക്കുന്നത്. ഇത്ര വാജിബല്ലേ? ഇത്ര നിർബന്ധമല്ലേ? അബൂ ഹനീഫ തങ്ങൾ നിർബന്ധമാക്കില്ലേ ഇത്ര? അൽ വിത്ർ വാജിബുൻ എന്ന് പറഞ്ഞില്ല. അപ്പൊ അബൂ ഹനീഫ തങ്ങളെ അനുസരിച്ച് നിങ്ങൾക്ക് മുഖത്ത് വെക്കാൻ പറ്റുമോ അയാളെ നാളെ ആഗ്രഹം ചെല്ലുമ്പോൾ? വണ്ടി കച്ചവടവും സ്ഥലമായിട്ടൊക്കെ നടന്നാൽ മതി. വിത്ര നീക്കിയിരിക്കണ്ട. എന്താ മുസമ്മിൽ? ഇന്ന് ഓന് നിസ്കരിക്കാന്ന് അങ്ങനെ ആ മുസ്ലിംമാരിനി താഴെ വന്ന് നിസ്കരിച്ചാൽ മതി. വിത്തർ ഒരാഴ്ച കഞ്ഞിപ്പിടുന്ന് പോകുന്നതുവരെ 11 റക്അത്ത് വിത്തർ നിസ്കരിക്കും. ഒരൊറ്റ ഇനി മുന്നോട്ടിക്കണ്ട. നിസ്കാരത്തിന് താഴെ വരും. ഇങ്ങനത്തെ കുറെ ഞാൻ ഇതിനകത്തൊക്കെ പിടിച്ചളയും. മനസ്സിലായി? വദിർവത്തു സലാമിഹി അൽ ജിഹാദ്. ഇതിന്റെ എല്ലാം നാരായ പേര്, ഇതിന്റെ എല്ലാം കൊമ്പത്ത് നിൽക്കുന്നത് അൽ ജിഹാദു ശരീരത്തിനോടുകൂടെയുള്ള ജിഹാദാണ്. ജിഹാദുൻ നഫ്സ്. സുന്നത്തീകരിക്കാത്ത മുസ്ലിംമാര് എവിടുന്ന് വലിമത്തായാലും എന്തിനായി പഠിക്കുന്നത്? എന്തിനായി പഠിക്കുന്നത്?